വെൽക്കം ടു ഡേ 2 ഓഫ് വിയറ്റ്നാം. ദനങ്കിൽ തന്നെയുള്ള വൺ ഓഫ് ദി ഐക്കോണിക് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ബന ഹിൽസിലൂടെയാണ് നമ്മളെല്ലാവരും ഇന്നത്തെ യാത്ര ചെയ്യുന്നത്. മുന്നത്തെ വീഡിയോസിലൂടെ നമ്മൾ കുറച്ച് വെല്ലുവിളികൾ ഡിസ്കഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹാപ്പി മൂഡിൽ ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടെ ഈ ഒരു സൺ വേൾഡ് ക്രിയേഷൻ്റെ ഭാഗമായിട്ടുള്ള ബന ഹിൽസിൻ്റെ ഗോൾഡൻ ബ്രിഡ്ജ് കാണാനുള്ള ഒരു എൻതൂസിയാസ്റ്റിക് ഡേ ആണ് ഇന്ന് നമുക്ക് ഉള്ളത്. ബന ഹിൽസ് എന്ന് പറയുന്നത് ഇവർ കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ദെൻ വിയറ്റ്നാം എന്ന് പറയുമ്പോൾ തന്നെ ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ കാണുന്ന ഒരു ഐക്കോണിക് ഭയങ്കരവും അട്രാക്റ്റീവ് ആയിട്ടൊരു സ്പോട്ടാണ്. ക്ലൈമറ്റ് ഇപ്പോൾ വളരെ പ്ലസൻ്റ് ആണ്. പക്ഷേ ഈ ക്ലൈമറ്റ് ചിലവിടേന്ന് മാറുന്നത് നമുക്ക് നിമിഷ നേരം കൊണ്ട് കാണാൻ പറ്റും. One of the famous mountain resort and theme park complex ആണ് വിയറ്റ്നാമിലെ. ഏകദേശം വെസ്റ്റ് സൈഡ് ഓഫ് ദനാങ് സിറ്റിയിലാണുള്ളത്. ഏകദേശം 35 കിലോമീറ്ററോളം ട്രാവൽ ചെയ്തിട്ടാണ് സെൻട്രൽ ദനാങ് സിറ്റിയിൽ നിന്ന് നമ്മുടെ ബന ഹിൽ എന്ന് പറയുന്ന ഫേമസ് മൗണ്ടൻ റിസോർട്ടിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നത്. ആൻഡ് ഈ കൺട്രിയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡ്രമാറ്റിക് സീനറി അല്ലെങ്കിൽ ഒരു തീം അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു യുണീക്ക് ഒരു എക്സ്പീരിയൻസ് തരുന്ന, ഏകദേശം സീ ലെവലിൽ നിന്ന് എത്രയോ മൈൽസ് എബവ് ആണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഫ്രഞ്ച് കൊളോണിയൽ ഹിൽ സ്റ്റേഷൻ ബിൽഡ് സ്ട്രക്ചർ ആർക്കിടെക്ചർ സ്റ്റൈലൊക്കെയാണ് ഇവർ ഏറ്റവും കൂടുതലും ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും നോക്കിക്കാണുന്നത്. നല്ലൊരു മോഡേൺ ടൂറിസ്റ്റ് റിസോർട്ട്, ഒരു എൻ്റർടൈൻമെൻറ്റ് കോംപ്ലക്സ് ആണ് ഈ സൺ വേൾഡ് എന്ന് പറയുന്ന അവരുടെ ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലത്തെ മെയിൻ ഐക്കോണിക് ആയിട്ടുള്ള ഒരു
ഐഡിയൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക യുണീക്ക് ഫീച്ചർ എന്ന് പറയുന്നത് നല്ലൊരു കേബിൾ കാർ റൈഡ് ഉണ്ട് ഇതിൽ. ആൻഡ് ആ കേബിൾ കാർ റൈഡിൽ കയറുന്നതിന് മുന്നേ ഉള്ള കുറച്ച് ഞങ്ങളുടേതായിട്ടുള്ളൊരു ഷോ ഓഫ് കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വി റിയലി എൻജോയ്ഡ് ഇൻ ദിസ് നിക്കർ ലുക്ക്. രാവിലെ അങ്ങനൊരു ഹെവി മീൽസ് ഒന്നും കഴിക്കാണ്ട് എല്ലാവരും നമ്മുടെ കൈവശമുള്ള കുഞ്ഞു കുഞ്ഞു സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ടാണ് ഫുഡ് കഴിച്ചത്. കാരണം നമുക്ക് ഇവിടുത്തെ ലഞ്ച് കൈൻഡ് ഓഫ് അവർ ബ്രഞ്ച് ഒരു ഹെവി മീൽ കോഴ്സാണ്. ആൻഡ് ഇവരുടെ ടിക്കറ്റിനകത്ത് നമ്മൾ ഈ ഒരു ഫുഡ് കഴിക്കാനുള്ള ടിക്കറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ വിസിറ്റ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 1 ഡേ നമുക്ക് കംപ്ലീറ്റ്ലി സ്പെൻഡ് ചെയ്യാൻ ഒരു എൻലാർജ്ഡ് വർത്ത് ഓഫ് മണി ആണ്. വിയറ്റ്നാമിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇനിയും ഇവിടെ വരുന്നത് കൊണ്ട് ഒരു നഷ്ടമില്ല എന്നൊരു കൺക്ലൂഷൻ ഞങ്ങൾ കണ്ടപ്പോൾ തീരുമാനിച്ചാണ്. സച്ച് അമേസിങ്, വെരി മച്ച് അമേസിങ് പ്ലേസ്. രാവിലെ നേരത്തെ വന്നു കഴിഞ്ഞാൽ തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ ക്ലൈമറ്റ് നമുക്കത്ര എന്താണ് പോസിറ്റീവായി അല്ലാത്തത് കൊണ്ട് തന്നെ അത്ര തിരക്ക് ഉണ്ടായിരുന്നില്ല. ബട്ട് നമ്മൾ എല്ലാവരും സ്പീഡിൽ നടക്കുന്നുണ്ടായിരുന്നു. വാട്ട് ഇസ് ദെയർ ഇൻ അപ്പ് വിച്ച് വെയിറ്റിംഗ് ഫോർ us എന്ന രീതിയിൽ കാണാൻ. അവിടെയുള്ള ആൾക്കാർക്ക് എന്തൊരു ഹാപ്പിലി മൂഡ് ഓഫ് ആൾക്കാരാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. they were like so good and they're trying to guide us in a very positive and happy face with happy faces. ബനാ ഹിൽസിൽ വൺ ഓഫ് ദി ഫേമസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് നോൺ സ്റ്റോപ്പ് റൂട്ട് ആയിട്ടുള്ളൊരു കേബിൾ കാർ സിസ്റ്റം ഉണ്ട്. ആൻഡ് ദ റൈഡ് ടേക്സ് ഫ്രം നമ്മുടെ ബേസ് സ്റ്റേഷൻ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബേസ് സ്റ്റേഷനാണ്, അതിലൂടെ കയറി ഫോറസ്റ്റ്, അതിലൂടെ വാട്ടർഫോൾ നമുക്ക് കാണാൻ പറ്റും, മൗണ്ടൻ ടോപ്പ് കാണാൻ പറ്റും. അങ്ങനെയാണ് ഇവിടുത്തെ കേബിൾ കാർ റൈഡിൻ്റെ മോസ്റ്റ് എന്താ പറയുക ഒരു വേൾഡ് റെക്കോർഡിങ് ഫീച്ചർ അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റിംഗ് ഫാക്ടർ. ആൻഡ് ഇത് നേരെ ചെന്നിറങ്ങുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അടുത്തൊരു സ്റ്റണ്ണിങ് ഒരു പെഡസ്ട്രിയൻ ബ്രിഡ്ജ് ആണ്, ഒരു
മാസീവ് സ്റ്റോൺ ഹാൻഡ് വർക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഇങ്ങനെ ബ്രിഡ്ജ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന മാതിരി ഒരു ഭയങ്കരവും രസമായിട്ടാണ് അവരത് ആ ഒരു വ്യൂ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ എല്ലാവരും പലരും ഈ കേബിൾ കാറിൽ കയറിയിരിക്കുന്ന ഒരു ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ജേർണി ഓവർ ത്രൂ ആയിട്ടുള്ളത്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇൻ എ വേ ഈ മഴ എന്ന് പറയുന്നത് വേറൊരു ചിൽ ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ തണുപ്പും അതിൻ്റെ കോടയും അതൊക്കെ ഞങ്ങളിങ്ങനെ ആസ്വദിച്ചിങ്ങനെ പോവായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു നാച്ചുറൽ ബ്യൂട്ടി അട്രാക്ഷനാണ്. ആൻഡ് അതൊരു മോഡേൺ ആർക്കിടെക്ചർ ഗാർഡൻ തീം അവർ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് മൊത്തം കോടയും മഞ്ഞും ഒക്കെ ആയതുകൊണ്ടൊരു കംപ്ലീറ്റ്ലി നമ്മൾ ആഗ്രഹിച്ചല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തല്ലെങ്കിൽ നമുക്കിതിൽ നിന്ന് നല്ല നല്ല ഡ്രസ്സപ്പ് ചെയ്ത് നല്ല നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനത്തെ ഒരു വൈബ് പിടിക്കണം എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷേ കംപ്ലീറ്റ്ലി നമുക്ക് വേറൊരു സർപ്രൈസാണ് ബനാഹിൽ നമുക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തത്. ബട്ട് അതും ഒരു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് എന്താ പറയുക എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുൾ മഞ്ഞും കോടയും തണുപ്പും ഒക്കെ അതുകൊണ്ട് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാനും ഈ പറഞ്ഞ പോലെ ഇന്നലെ തൊട്ട് നമ്മുടെ കയ്യിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിരിക്കുന്ന ഒരു റെയിൻ കോട്ടും കാര്യങ്ങളുമൊക്കെ പിടിച്ചും തൂക്കിയാണ് നമ്മളെല്ലാവരും കൂടെ നടന്നത്. അൺഫോർച്യുനേറ്റ്ലി ഇത്രയും തണുപ്പ് കാണുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒന്ന് സ്വെറ്റേഴ്സ് എടുത്ത് തന്നെ. പക്ഷേ എല്ലാവരും ആ തണുപ്പ് ആൻഡ് മഴ ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു വിത്ത് ആ ലൈറ്റ്, വെരി ലൈറ്റ് ആയിട്ടുള്ള റെയിൻ കോട്ടും. അതിന് ശേഷം പിന്നെ കുറച്ച് പേര് അല്ലാണ്ട് പുതിയ റെയിൻ കോട്ട് മേടിക്കുകയും ചെയ്തു. ദിസ് ഇസ് അപ്പർ സ്റ്റേഷൻ. ഇവിടെയാണ് നമ്മുടെ ഗോൾഡൻ ബ്രിഡ്ജ്, ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഗോൾഡൻ ബ്രിഡ്ജ് ഓഫ് ബാന ഹിൽസ് നമ്മൾ കാണുന്നത്. ആൻഡ് കാണുന്ന മാതിരി തന്നെ ഫുൾ മഞ്ഞാണ്, ഒന്നും കാണാൻ പറ്റില്ല. ഫുൾ മഞ്ഞത്ത് തണുപ്പത്ത് നമ്മളിങ്ങനെ പോവാണ്. ഒരു ചായ പോലും കുടിക്കാനുള്ള ഒരു എന്താ പറയുക കൈയൊന്നും നിറച്ചവേ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാവരും കിടക്കിടാന്ന് വിറയ്ക്കുന്നുണ്ട്, സ്പെഷ്യലി പൂജക്കണ്ണൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചാൽ പോലും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. ആ ഒരു രീതിയിലാണ് മൊത്തം ഇരിക്കുന്നത്. കയ്യിലോട്ട് നടന്നു കുറക്കണം, കാറ്റ് തടുക്കും.
അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കിടുകിടാന്ന് വിറച്ച് എല്ലാവരും നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ആൻഡ് അവിടെ ഞങ്ങളൊരു ബ്രഞ്ച് ടൈമായിരുന്നു. ഏകദേശം 11 മണി ആ ടൈം ആയപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. കാരണം രാവിലെ ഒന്നും അത്ര നന്നായി കഴിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടെ പോകുന്നത്. എല്ലാ കൈൻഡ് ഓഫ് ഫുഡ് നമുക്കവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ, ഇംഗ്ലീഷ്, പിന്നെ വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള വിയറ്റ്നാമി ഫുഡ്, അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ്, അങ്ങനെ എല്ലാ കൈൻഡ് ഓഫ് ഫുഡ് നമുക്കവിടെ ലോങ് ബുഫേയിൽ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ അക്കോമഡേഷൻസ് ഒക്കെ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്ര റഷൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ബെറ്റർ. നമ്മൾ നേരത്തെ ആയതുകൊണ്ട് തന്നെ 11:30 ആ ഒരു ടൈം, ഏകദേശം ഉച്ചയാകുന്ന ഒരു ടൈമിലാണ് നമ്മൾ കരുതുന്നത്. നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലാതെ തന്നെ എല്ലാ സൈഡിൽ നിന്നും വി കുഡ് ഏബിൾ ടു ഗ്രാബ് ഫുഡ് ആൻഡ് ഫിൽ അവർ ടമ്മീസ്. അതുകൂടാതെ ഇവിടുന്ന് വലിച്ചവർ കുറേ സാധനങ്ങൾ നമ്മൾ റിസ്ക് എടുക്കുന്നുണ്ടായിരുന്നു ഫോർ ടേക്കിംഗ് ദോസ് ഫുഡ് ടു ജസ്റ്റ് രാത്രിയിലത്തേക്ക് വേണ്ടിയിട്ടും നെക്സ്റ്റ് ഡേ രാവിലത്തേക്ക് വേണ്ടിയിട്ടും ഒക്കെ. നല്ലതായിരുന്നു ഓൾ ടുഗെദർ. ഫുഡ് ഭയങ്കരവും നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ എല്ലാ കൈൻഡ് ഓഫ് ഫുഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നുണ്ടാകുന്നില്ല. കഴിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴേക്കൊരു ടയർഡ്നെസ് അല്ലെങ്കിൽ ചൂട്, ഭയങ്കര തണുപ്പായി. തണുപ്പ് കൂടുക അല്ലെങ്കിൽ കുറയുന്നില്ലായിരുന്നില്ല. അപ്പം ചൂട് കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓരോ സ്ഥലത്ത് ഇങ്ങനെ കയറി നിൽക്കുകയായിരുന്നു. കംപ്ലീറ്റ്ലി ഹാഫ് ഡെഡ് ആയി ഇൻ എ വേ. അറിയില്ല എന്താണ് അതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഏത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല. കാരണം ഇന്ന വേ ഒരുപാട് നടക്കാനുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്നതൊക്കെ ഒരു ഫ്രഞ്ച് വില്ലേജ്, ഒരു യൂറോപ്യൻ സ്റ്റൈൽ ആർക്കിടെക്ചേഴ്സ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണ്. ഒരു ചേർച്ച് ഉണ്ട്, ഒരു യൂറോപ്യൻ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സാണ് കൂടുതലും. ഒരു സ്റ്റോറി ബുക്ക് ടൗൺ ഇൻ ക്ലൗഡ്സ്, ചില പണ്ടത്തെ ഇംഗ്ലീഷ് ഡിസ്നി ലാൻഡ്സ് മാതിരിയൊക്കെയുള്ളൊരു ഫാൻറ്റസി ഇൻഡോർ അമ്യൂസ്മെൻറ്റ് സെൻറ്ററാണ് ഓൾ ടുഗെദർ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു മൂടി സ്നോയി ഫോഗി ക്ലൈമറ്റ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ക്ലാരിറ്റിയോടുകൂടി ഓരോ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നതായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി സിറ്റുവേഷൻ. പക്ഷേ ഒരു ഫ്രഞ്ച് എറേനെ സെല്ലുലോർ ചെയ്യുന്ന ഐറ്റംസ് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് ഒരു ഫോഗി, ഒരു ക്രിസ്മസ് വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന മാതിരി ഇവരത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഈ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ക്രിസ്മസി വൈബായിരുന്നു ഓൾ ടുഗെദർ നമുക്കിത് കാണാൻ വേണ്ടി ഉണ്ടായിരുന്നത്. ആൻഡ് ഒരു യുണീക്ക് അട്രാക്ഷൻ ഓഫ് ഫ്രഞ്ച് വില്ലേജ്, അതൊരു കൊമേഴ്ഷ്യൽ രീതിയിൽ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടും
It is tempting us to come back again and see how actually these things look like. ഓരോ ഫ്രെയിമും absolutely beautiful ആണ് to take pictures and to be there always. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് എവിടെ പോകണ്ട പണ്ടത്തെ ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കാണുന്ന ആ ഒരു വൈബൻറ്റ് ആ ഒരു ക്രിയേഷൻ ഓൾ ടുഗെദർ ഇവിടെ ഉണ്ട്. ആൻഡ് ദിസ് absolutely worth enough to come back again to this spot. ഇതിനെ എന്താ പറയേണ്ടതെന്നറിയില്ല. കാരണം ഞാൻ ഇതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ ഗാർഡൻ കണ്ടിട്ടുള്ളത് ദുബായിലെ മിറാക്കിൾ ഗാർഡൻസിലാണ്. ഏകദേശം അതുമായിട്ട് സിമിലറൈസ് ചെയ്യുന്ന ഒരു വേ ഓഫ് ആർക്കിടെക്ചറൽ സ്റ്റൈൽസാണ് ഇവിടെ കൂടുതലും. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്തു, പ്രാക്ടീസ് ചെയ്തു. ഫണ്ണായിരുന്നു. ഓൾ ടുഗെദർ നമുക്കത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു സ്പോട്ടായിരുന്നു. എല്ലാവരും പഠിപ്പിച്ച് റീൽസൊക്കെ
ചെയ്തു നമ്മൾ അവിടെ നിന്ന്. ഓൾ ടുഗെദർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇത് വൺ ഓഫ് ദി ഗാർഡൻ ഏരിയയിലെ ഒരു പ്രിമിസസ് മാത്രമാണ്. പക്ഷെ അതിൻ്റെ ഭംഗി വീട്ടിൽ എത്രത്തോളം ഇപ്പോൾ കാണാൻ പറ്റുന്നൊന്നും അറിയത്തില്ല. പക്ഷെ all together it was so lovely and so great. ഒന്നും പറയാനില്ല ആക്ച്വലി. പിന്നെ അവിടുന്ന് പതുക്കെ എല്ലാവരും ഇറങ്ങി തുടങ്ങി. സോ ഒരു റിട്ടേൺ ബാക്ക് നിന്ന് നമ്മൾ ഫുൾ ഷോട്ട് ഓഫ് ഗോൾഡൻ ബീച്ച് ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനവിടെ നിന്നിരുന്നത്. ഈ ഒരു ക്ലൈമറ്റിൽ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഗോൾഡൻ ബീച്ചിൻ്റെ ഒരു ബ്യൂട്ടിയാണ് ഇനി നെക്സ്റ്റ് ഫ്യൂ സെക്കൻഡ്സ് നമ്മൾ കാണുന്നത്. ആൻഡ് ഇറ്റ് വാസ് അനദർ മൊമെൻറ്റ് ഓഫ് ചെറിഷ് തിങ്സ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് വന്ന് ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് പാട്ടൊക്കെ പാടി ഇതേ കേബിൾ കാറിൽ നമ്മൾ ഇറങ്ങിയായിരുന്നു. 30 minutes ഓഫ് കേബിൾ കാർ റൈഡ് ഉണ്ടെന്ന് പോലും തോന്നിയില്ല. ബിക്കോസ് വി വാസ് സിംപ്ലി എൻജോയിങ് ഇൻസൈഡ് ദ കേബിൾ കാർ ബൈ സിംഗിങ് ഓൾ ലൗഡ്. അവർ മാഞ്ഞു പോ നോവിന്റെ തീരങ്ങൾ